അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ കടുപ്പത്തിൽ പറയുന്നത്. മഹാന്മാരായ ഇമാമിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചു. അദബില്ലായ്മ വലിയ അപകട, അദബ വലുത്. ഉസ്താദന്മാരോടും തങ്ങന്മാരോടും ഒക്കെ ബഹുമാനം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനെ ബഹുമാനിക്കല്. അഹ്ലുബൈത്തിനെ ബഹുമാനിക്കല്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് അറിയപ്പെട്ടവർ സയ്യിദന്മാരെ ബഹുമാനിക്കുക. അത് വലിയ കാര്യമാണ്. അവരെ നിന്ദിക്കാൻ പാടില്ല. ചിലപ്പോ അവർ അരുതായ്മകളൊക്കെ ചെയ്തേക്കാം, പറഞ്ഞേക്കാം. അപ്പോഴും വ്യക്തിപരമായിട്ട് അവരെ നിന്ദിക്കാൻ പാടില്ല. ആദർശം എന്ന് നഷ്ടപ്പെടുന്നോ അവിടെ പിന്നെ ആ ബഹുമാനങ്ങളൊന്നും അവരർഹിക്കുന്നില്ല. സുന്നി അല്ലാതെയായി മാറിയാ പിന്നെ ബഹുമാനങ്ങളൊന്നും അർഹിക്കുന്നില്ല. തെറ്റും കുറ്റമൊക്കെ മനുഷ്യന്റെ അടുത്ത് വരാം. അതുകൊണ്ട് നമുക്ക് ആക്ഷേപിക്കാൻ, ആ ചെയ്തത് തെറ്റാണെന്ന് പറയാം, അത് തിന്മയാണെന്ന് പറയാം, വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല. അതേസമയം ഈമാൻ തെറ്റിക്കഴിഞ്ഞാൽ പോയിട്ട്, ആദർശം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു അംഗീകാരവും ഇല്ല. ബിദ്അത്തുകാരായ പല ആളുകളുണ്ട്. അഹ്ലുബൈത്തിന്റെ കൂട്ടത്തിൽ തന്നെ തലതിരിഞ്ഞു പോയ ബിദ്അത്തുകാരുണ്ട്. ഒരു ബഹുമാനവും അവർക്ക് നിലനിൽക്കുന്നില്ല. സ്വഹാബാക്കള് പോലും പേടിച്ച സ്ഥലം, താബിഈങ്ങളും താബിഉ താബിഈങ്ങളും അങ്ങേയറ്റം പേടിച്ചു നിന്നിട്ടുള്ള സ്ഥലം. ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തില് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെ കൊച്ചാക്കരുത്. ആ സ്ഥലത്തോട് എന്തെങ്കിലും അദബുകേടുകള് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ശബ്ദം താഴ്ത്തി സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു.